ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഈ കാണുന്ന മുഴുവൻ തുണിയാണ് കേട്ടോ. ഇന്ന് എനിക്ക് വട്ട് പിടിച്ചാണോ എന്നറിയില്ല, എല്ലാ ബെഡ്ഷീറ്റും കൂടെ അലക്കാനായിട്ട് കൊണ്ടുപോയി. ശരിക്കും എനിക്ക് മുട്ടം പണി കിട്ടി. അതിൽ 2 ബെഡ്ഷീറ്റ് ആവശ്യമില്ലാണ്ട് എടുത്ത് ഞാൻ നശിപ്പിച്ചാണ് കേട്ടോ. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അവിടെ ബാഗിനകത്ത് ഇരിക്കേണ്ടായിരുന്നു. ഒരു ആവശ്യമില്ലാണ്ട് എടുത്ത് പുറത്തിട്ടിട്ട് നാശാക്കിയതാണ് കേട്ടോ. അങ്ങനെ അവിടെ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എനിക്ക് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഒരു സെപ്പറേറ്റ് ടേബിൾ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ കൊച്ചിൻ്റെ കുഞ്ഞ് ടേബിളാണ്. അത് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണത്. പിന്നെ അവൻ എൻ്റെ അടുത്ത് വഴക്കൂടുമ്പോൾ ഒക്കെ അത് ചോദിക്കുമായിരുന്നു. ഇപ്പം അവൻ കുറച്ച് വലുതായി കാരണം അത് ചോദിക്കണില്ല കേട്ടോ. മറ്റേതെന്ന് പറയുന്നത് ആ അടിയിലിരിക്കണ കമ്പി കണ്ടോ, അത് മാത്രമല്ല അതിൻ്റെ മുകളിൽ ആ പലക ഞാൻ വേറെ സെപ്പറേറ്റ് കൊണ്ടുവന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഹോസ്റ്റൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ഹോസ്റ്റലാണ്. പക്ഷേ ഞങ്ങൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറഞ്ഞാലും ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ 3 പേരുള്ള റൂമിൽ അടിപൊളിയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും മുകളിലത്തെ നിലയിലായ കാരണം നല്ല വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ തലക്കും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവരൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. ശരിക്കും ഇന്ന് ഞായറാഴ്ച മെസ്സിൽ സ്പെഷ്യൽ ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഇന്നത് ഉണ്ടാവില്ല. തലേദിവസം ജസ്റ്റ് എനിക്കൊന്ന് മിസ്സായി കേട്ടോ. ഫുഡ് എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. കാരണം തലേദിവസം സീനിയേഴ്സിൻ്റെ ഗ്രാജുവേഷൻ പ്രോഗ്രാമായിരുന്നു. ഞങ്ങളെ വിളിച്ചില്ല. എന്താ വിളിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. ഞങ്ങളുടെ കോളേജിൽ 3rd ഇയേഴ്സും 4th ഇയേഴ്സും പിന്നെ അവരുടെ പാരൻസൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല. അന്ന് ഞങ്ങൾക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതെടുക്കാനായിട്ട് ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം അത് മിസ്സായിപ്പോയി. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. വെയിലുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം പോയി പുറത്ത് വെക്കും കേട്ടോ. ഒരു സമാധാനം എന്നൊക്കെ പറയില്ലേ. എന്നിട്ട് വായി നോക്കുകയും ചെയ്യും. അപ്പുറത്ത് തുണിയിലൊക്കെ വിരിച്ചിടുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ എന്താ പറയുക, ഓരോരോ ലീലാവിലാസങ്ങളെ. അത് കഴിഞ്ഞ് 3rd സ്റ്റഡ് കുത്തിയത് നൂരി നോക്കിയതാണ്. ഇങ്ങനെ ചുളുന്ന വിങ്ങില്ല. ആ വിങ്ങൽ കാരണം പേടിച്ചിട്ട് വിറയില്ല. കാരണം ഞാൻ ആ പരിപാടി അവിടെ കൊണ്ട് നിർത്തി. ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ. മെസ്സിൽ നിന്ന് മോര് കറിയും ക്യാബേജ് തോരനായിരുന്നു. വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം വളരെ മോശമായത് കാരണം ഇത്രയും പണിയെടുത്തത് കൊണ്ടും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മോര് കറി എനിക്കിഷ്ടമാണ് കേട്ടോ. ചില സമയത്ത് ഭയങ്കര വെള്ളം പോലെ ആയിരിക്കും. ഇന്നെന്തോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടി. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഓക്കെ, ബൈ.